സമയം രാത്രി ഏകദേശം ഒരു 10 മണി. അനഘ ബാൽക്കണിയിലിരുന്ന് മഴ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ജോലിയുടെ തിരക്ക്, ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ എല്ലാം ചേർന്ന് അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. ഒരു അപരിചിത നമ്പർ. ഹലോ, അനഘ ചോദിച്ചു. അപ്പുറത്തൊരു വയോധികന്റെ ശബ്ദം. മോളെ, ഞാൻ സുരേഷാണ്. നീ നാളെ വരില്ലേ? അനഘ ഒരു നിമിഷം മിണ്ടാതിരുന്നു. സോറി അങ്കിൾ, റോങ് നമ്പർ ആയിരിക്കാം. അപ്പുറത്ത് കുറച്ചു നേരത്തേക്ക് നിശബ്ദത. ശേഷം അദ്ദേഹം മന്ദമായി പറഞ്ഞു, ഓ ക്ഷമിക്കണം മോളെ, എൻ്റെ മകൾ ഈ നമ്പറിൽ നിന്ന് വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ വിഷമം അനഘയെ സ്പർശിച്ചു. സംസാരം അവസാനിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്തോ കാരണത്താൽ അവൾ ചോദിച്ചു, അങ്കിളിന് സുഖമാണോ? അതൊരു ചെറിയ ചോദ്യമായിരുന്നു, പക്ഷെ ആ വയോധികൻ ഒരുപാട് നേരം സംസാരിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസം. മകൾ വിദേശത്ത്. മാസങ്ങളായി അവൾ വിളിച്ചിട്ടില്ല. അന്ന് രാത്രി അനഘയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസവും ആ നമ്പറിൽ നിന്നും വിളി വന്നു. മോളെ, ഇന്ന് മഴയുണ്ടോ അവിടെ? അദ്ദേഹം കുഞ്ഞിനെ പോലെ ചോദിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. റോങ് നമ്പറായി തുടങ്ങിയ ആ സംഭാഷണം ഒരു പതിവായി മാറി. ഓരോ രാത്രിയും അവർ കുറച്ചു നേരം സംസാരിക്കും. പഴയ കഥകൾ പറയും. അനഘ തൻ്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കും. പതിയെ അവളുടെ ജീവിതത്തിലെ ഏകാന്തതയും കുറയാൻ തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ രാത്രി ഫോൺ വന്നില്ല. അടുത്ത ദിവസവും ഇല്ല. അനഘയ്ക്ക് എന്തോ ഭയം തോന്നി. അവൾ ധൈര്യമായി ആ നമ്പറിൻ്റെ അഡ്രസ്സ് കണ്ടെത്തി അവിടെ എത്തി. ചെറിയൊരു വീട്. വാതിൽ തുറന്നത് അയൽവാസിയായിരുന്നു. സുരേഷ് അങ്കിൾ ഇന്നലെ മരിച്ചു. അനഘയുടെ കണ്ണുകൾ നിറഞ്ഞു. അയൽവാസി ഒരു ചെറിയ കവറെടുത്ത് അവൾക്ക് നൽകി. ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ കവർ തുറന്നു നോക്കി. അകത്തൊരു ചെറിയ കുറിപ്പ്. എൻ്റെ സ്വന്തം മകൾ പോലും ചോദിക്കാത്ത ഒരു ചോദ്യം നീ ചോദിച്ചു. അങ്കിളിന് സുഖമാണോ? ആ ചോദ്യം എൻ്റെ അവസാന ദിവസങ്ങളിൽ എനിക്ക് ജീവിക്കാൻ ഒരു കാരണം തന്നു. അനഘ കണ്ണുനീർ തുടച്ചു. ചില ബന്ധങ്ങൾ രക്തബന്ധമല്ല, പക്ഷെ ഹൃദയത്തിൽ എന്നും ജീവിക്കും.